Hello dears, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്പി കോൺ റെസിപ്പിയാണ്. ക്രിസ്പി കോൺ എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റാർട്ടറാണ്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നമ്മൾ ഈ ബാർബിക്യൂ നാഷനൊക്കെ പോലെയുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ ബൊഫയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാർട്ടറായിട്ട് ഈ ഒരു ക്രിസ്പി കോൺ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ആൾക്കാർ എല്ലാവരും ചോദിച്ച് വാങ്ങി വീണ്ടും കഴിക്കാറുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ക്രിസ്പി കോൺ എന്ന് പറയുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിസ്പി കോൺ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഈ കോൺ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച ഉടനെ ഞാനതിലേക്ക് 1 കപ്പ് അടർത്തി എടുത്തിരിക്കുന്ന കോൺ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കോൺ വേകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. തിളച്ച വെള്ളത്തിലിട്ട് ഒരു 3 to 5 minutes കൂടെ വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 to 5 minutes ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കോണൊക്കെ വെന്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു കോരി കൊണ്ട് നമ്മുടെ കോൺ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കോണിന് ഒരു കോട്ടിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ബൗളിലേക്ക് ഈ വേവിച്ച കോൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കോൺഫ്ലോറും അതുപോലെ റൈസ് ഫ്ലോറും ആണ്. 1 കപ്പ് കോണിന് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ഫ്ലോർ ചേർക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ റൈസ് ഫ്ലോർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തത് കൊണ്ട് കോണിൽ കുറച്ചൊരു നനവ് ഉണ്ടാവും. ആ നനവ് തന്നെ നമുക്ക് ഈ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ളതുണ്ടാവും. പിന്നെ ഒട്ടും നനവില്ല, ഒട്ടും കോട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ കോണെല്ലാം ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് പൊടികളൊക്കെ ഈ കോണിൻ്റെയൊക്കെ അടിഭാഗത്തായിട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കോരി എണ്ണയിലോട്ട് ഇടുവാണെങ്കിൽ അതെല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം നിർബന്ധമില്ല. അഥവാ ഇതിൽ പൊടികൾ കിടപ്പുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ കോണൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും പൊടി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ അരിച്ചെടുത്തിരിക്കുന്ന കോൺ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കടായി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു കടായി ആയതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ കോൺ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എണ്ണയൊക്കെ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കോൺ ഇട്ട് കൊടുക്കാം. ഈ കോൺ നമ്മൾ നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. എങ്ങനെയാണത് മനസ്സിലാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വൈറ്റ് കളർ കോട്ടിങ് നല്ല ചുമന്ന് തുടങ്ങുമ്പോഴാണ് നമ്മളത് കോരിയെടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ കോണൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കോണെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇത്രയും തന്നെ ധാരാളം മതി. ഞാൻ പക്ഷേ ഇതിലേക്ക് കുറച്ച് മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ കൊച്ചിന് കൊടുക്കാനുള്ളത് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചാറ്റ് മസാലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറ്റ് മസാല കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു പുളി രസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് അതിന് മുകളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ലെമൺ പീസസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ക്രിസ്പി കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ കോണൊക്കെ കിട്ടുമ്പം ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.